ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിന്ന് ഫിസിക്സിലെ അവസാനത്തെ ചാപ്റ്ററായിട്ടുള്ള സോളിഡ്സ് ആൻഡ് സെമി കണ്ടക്ടർ ആൻഡ് ഇലക്ട്രോണിക്സ് ആ ചാപ്റ്റർ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേര് സോളിഡ്സ് ആൻഡ് സെമി കണ്ടക്ടർ ഡിവൈസസ്, അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്നും ഈ ചാപ്റ്റർ നമ്മൾ പറയാറുണ്ട്. അപ്പം വളരെ നല്ലൊരു ചാപ്റ്ററാണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഒരു ഫോക്കസ് ഏരിയ അനുസരിച്ച് പഠിക്കാനുള്ളൂ. പക്ഷേ അങ്ങനെ പഠിച്ചിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ കാര്യമില്ല. നമുക്ക് ആദ്യം തന്നെ ഈ സെമി കണ്ടക്ടർ ഡിവൈസസ് നമുക്ക് ഏതൊക്കെയാണ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് നോക്കാം. അതായത് ആദ്യം റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഡയോഡ്, ട്രാൻസിസ്റ്റർ, LED. അപ്പം ഈ 6 ഡിവൈസുകളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. നമുക്ക് ഓരോന്നോരോന്നിട്ട് പറയാം. ആദ്യം റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ, ഒന്നാമത്താണ് റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് കറണ്ടിൻ്റെ ആ ഒരു ഫ്ലോയെ തടസ്സപ്പെടുത്തുന്ന കമ്പോണൻസ് ആണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ തന്നെ ചില കാര്യം അറിയാനുള്ളത്. നമുക്ക് കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ? കണ്ടക്ടർ എന്ന് പറയുമ്പം കറണ്ട് പാസ് ചെയ്യിക്കുന്ന വസ്തുക്കളെ നമ്മൾ എന്ത് വിളിക്കും? കണ്ടക്ടർ എന്ന് വിളിക്കും. അതായത് ഈ കറണ്ടിൻ്റെ ഫ്ലോയെ അനുവദിക്കുന്ന മെറ്റീരിയൽസിനെ നമുക്ക് കണ്ടക്ടർ എന്ന് വിളിക്കും. എൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമുക്ക് അലൂമിനിയോ അല്ലെങ്കിൽ കോപ്പർ, അയൺ ഒക്കെ എന്ത് പറയാം? കണ്ടക്ടറിന് എക്സാമ്പിളായിട്ട് പറയാം. ഇനി ഇൻസുലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒട്ടും കറണ്ടിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുത്താത്ത സാധനങ്ങൾ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അത് റബ്ബർ, പ്ലാസ്റ്റിക്, പേപ്പർ അങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ കറണ്ടിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തില്ല. ഇനി പാർഷ്യൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്ന ഡിവൈസാണ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ആണ് എന്ത്? സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. എന്താണ്? പാർഷ്യൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതായത് നമുക്ക് പേരിന് മാത്രം ഒരു കണ്ടക്ടറാണ് എന്ന് വെച്ചാൽ ഒട്ടും കടത്തി വിടാതിരിക്കുന്നില്ല. ജസ്റ്റ് കറണ്ടിൻ്റെ ഫ്ലോയെ മാത്രം ജസ്റ്റ് അങ്ങോട്ട് സെൻസ് ചെയ്യിക്കുന്നു എന്ന് മാത്രമാണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ പകുതി കറണ്ട് കടന്നു പോകുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നിൻ്റെ സെമി കണ്ടക്ടറിൻ്റെ 2 എക്സാമ്പിൾ നമുക്കറിയണം. ഏതാണ്? ജെർമേനിയം അതുപോലെ തന്നെ സിലിക്കണുമാണ് നാച്ചുറലായിട്ട് കിട്ടുന്ന സെമി കണ്ടക്ടറിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാച്ചുറലി കിട്ടുന്ന സെമി കണ്ടക്ടേഴ്സിന് അതിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ചില പ്രോസസ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്നത്. അപ്പം 2 തരത്തിലുള്ള സെമി കണ്ടക്ടർ ഉണ്ട്. അതായത് ഒന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും. ഓക്കെ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ ഫോമിലുള്ള, അതായത് ഒരു സെമി കണ്ടക്ടർ എടുക്കുമ്പോൾ അതിൻ്റെ പ്യുവർ ഫോമിലുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സാധനങ്ങളും ആഡ് ചെയ്യാതെ പ്യുവർ ഫോമിലുള്ള സെമി കണ്ടക്ടർ നമുക്ക് വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഈ സാധനങ്ങളെ, ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നമ്മൾ കണ്ടക്ടിവിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ കണ്ടക്ടേഴ്സിനെ അല്ലെങ്കിൽ ഈ സെമി കണ്ടക്ടേഴ്സ് നമുക്ക് ഒരു തരത്തിലുള്ള കമ്പോണൻസിനകത്തും ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ ഈ 6 സർക്യൂട്ടുകൾ അല്ലെങ്കിൽ 6 കമ്പോണൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ആ പ്രോസസ്സാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഡോപ്പിംഗ്? ഡോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി, അതായത് അതിൻ്റെ കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്ത് ചെയ്യും? കുറച്ച് വേറെ പദാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് അതിനകത്ത് എന്ത് ചെയ്യും? അതിനകത്തേക്ക് ആഡ് ചെയ്യും. അപ്പം ഇൻട്രിൻസിക് അല്ലെങ്കിൽ പ്യുവർ ഫോമിലുള്ള സെമി കണ്ടക്ടേഴ്സിനകത്ത് അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ്. അപ്പോൾ ഡോപ്പ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. എന്താണ്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിളാണ്, അതായത് ഡോപ്പ് ചെയ്തതിന് ശേഷം കണ്ടക്ടിവിറ്റി കുറച്ച് കൂട്ടി ഉണ്ടാക്കിയ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് കൊണ്ടുള്ള കമ്പോണൻസ് ആണ് ഞാൻ ഈ തന്നിരിക്കുന്ന 6 പേര്, 4, 5,
6. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കണ്ടക്ടർ പറഞ്ഞു, ഇൻസുലേറ്റർ പറഞ്ഞു, സെമി കണ്ടക്ടർ പറഞ്ഞു. ആ സെമി കണ്ടക്ടർ ആ പ്യുവർ ഫോമിലാണെങ്കിൽ നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും, രണ്ടാമത് അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ഡോപ്പ് ചെയ്തതിന് ശേഷം എന്തായിട്ട് വരുന്നു? എക്സിൻട്രിക് അല്ല, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറായിട്ട് മാറുന്നു. ആ കുറേ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞ റിസൾട്ട് എന്താണ്? കറണ്ടിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്ന കമ്പോണൻ്റ് ആണ്. ഇതിൻ്റെ ഡിവൈസ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കറണ്ടിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്ന ആളാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഇങ്ങനെയാണ് അതിനെ കാണിക്കുന്നത്. ഇനി അതിൻ്റെ കഴിവ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. അതിന് നമ്മൾ എന്ത് വിളിക്കും? R എന്ന് വിളിക്കും. യൂണിറ്റ് നമുക്കറിയാം എന്താണ്? ഓം അല്ലേ? ഇത്രയും കാര്യം നമുക്കറിയാമല്ലോ. അടുത്തത് കപ്പാസിറ്റർ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പൽ എങ്ങനെ വരുന്നത്? ഇങ്ങനെ വരുന്നുണ്ട്. പാരപ്ലേറ്റ് ആയിരിക്കും. അതിൻ്റെ കഴിവ് കപ്പാസിറ്റൻസ് C ആയിരിക്കും. അതിൻ്റെ യൂണിറ്റ് എന്താണ്? ഫാരഡ് വരുന്നു അല്ലേ? ക്യാപിറ്റൽ F വരുന്നു. ഇനി ഇൻഡക്ടർ എന്താണ്? കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിനകത്ത് ബാക്ക് EMF ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇൻഡക്ടർ. ഇങ്ങനെ കോയിൽ പോലെ വരച്ചിരുന്ന സാധനം. അതിൻ്റെ യൂണിറ്റ് എന്താണ്? ഹെൻറി അല്ലേ? അതിൻ്റെ കഴിവ് നമ്മൾ എന്ത് വിളിക്കും? ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കും. അത് പറയാൻ പറഞ്ഞത്. ഇൻഡക്റ്റൻസ് ക്യാപിറ്റൽ ഏതാണ് ലെറ്റർ? L ആണ് ഇൻഡക്റ്റൻസ് ലെറ്റർ. അതിൻ്റെ യൂണിറ്റ് ഹെൻറി. ഓക്കെ, ഹെൻറിയാണ് അതിൻ്റെ യൂണിറ്റ്. അവിടെ H ഉപയോഗിച്ചാണ് ഹെൻറിയെ നമ്മൾ കാണിക്കുന്നത്. ഇനി ഡയോഡ് പറയാം. നമുക്ക് പഠിക്കാനുള്ള ഡയോഡാണ് പഠിക്കാനുള്ളത്. അടുത്ത് നമുക്ക് ട്രാൻസിസ്റ്ററും പറയണം, അതുപോലെ തന്നെ LED പറയണം. അപ്പോൾ ട്രാൻസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയണം, ട്രാൻസിസ്റ്ററിൻ്റെ ആ ഒരു പേരിൻ്റെ അർത്ഥം തന്നെ അറിയണം. ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം. ട്രാൻസ്ഫർ റെസിസ്റ്റർ. ചില ഡിവൈസുകളിനകത്ത് ട്രാൻസിസ്റ്റർ വെക്കാൻ കാരണം അതിൻ്റെ റെസിസ്റ്റൻസ് ചില ഭാഗത്തിൽ കൂടുതലായിരിക്കണം, ചില ഭാഗത്ത് കുറവായിരിക്കണം. അപ്പോൾ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് അല്ല ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഡിവൈസാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയും. അതിനകത്ത് ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഒരു വലിയ ടോപ്പിക്കായിരുന്നു. നിങ്ങൾക്കത് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ വർഷം നമുക്കത് പഠിക്കാനില്ല. അല്ലെങ്കിൽ പഠിക്കാനില്ലെന്നല്ല, നമുക്ക് ഫോക്കസ് ഏരിയ വെച്ച് അനുസരിച്ചാണെങ്കിൽ ആ സാധനം കുറച്ചൊന്ന് ഒഴിവാക്കി പോയിട്ടുണ്ട്. ശരിക്കും ആക്ച്വലി എടുക്കുകയാണെങ്കിൽ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ ഒന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരാളെ കൂടെ പറയണം. LED എന്ന് പറയുമ്പോൾ എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതായത് ഡയോഡിൻ്റെ സ്വഭാവം തന്നെയാണ്, പക്ഷേ എന്ത് ചെയ്യുന്നു? അതിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്ന സാധനമാണ് LED എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക. അതായത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ബൾബുകളുടെ കളറുകൾ അല്ലേ, നമ്മളിപ്പോൾ സാധാരണ ഒരു ഫിലമെൻറ്റ് ലാമ്പിൻ്റെ കളർ ഉണ്ടാവാൻ കാരണം അതിനകത്ത് നിറച്ചിരിക്കുന്ന ഒരു ഗ്യാസിൻ്റെ സ്വഭാവം കൊണ്ടാണ് സാധാരണ ഫിലമെൻറ്റ് ലാമ്പിന് ഒരു കളർ ഉണ്ടാകുന്നത്. ഇപ്പം നമുക്ക് സാധാരണ നമ്മുടെ ട്യൂബുകൾക്കൊക്കെ വൈറ്റ് കളർ വരാൻ കാരണം അതിനകത്ത് എന്ത് കളറാണ് ചേർത്തിരിക്കുന്നത്? അതായത് മെർക്കുറി എന്ന് പറയുന്ന ഒരു സാധനം നിറച്ചതുകൊണ്ടാണ് വൈറ്റ് കളർ വരുന്നത്. അതേസമയം സോഡിയം ആണെങ്കിൽ എന്ത് വന്നേനെ? ഒരു യെല്ലോയിഷ് ആയിട്ടുള്ളൊരു ഒരു റെഡ് പോലത്തെ ഒരു കളർ വന്നേനെ, യെല്ലോ ആയിട്ട് വന്നേനെ. ഇനി നിയോണോ ആർഗോണോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യാം? മഞ്ഞയോ ചുവപ്പോ ഒക്കെ വരും. പിന്നെ ക്ലോറിൻ ആകുമ്പോഴത്തേക്ക് എന്ത് വരും? ഗ്രീൻ വരുന്ന കാണാം. ഇതാണ് സാധാരണ രീതിയിൽ നമ്മുടെ ബൾബുകളിൽ അല്ലെങ്കിൽ ലൈറ്റുകളിൽ കളറുകൾ ഉണ്ടാവാനുള്ള കാരണം. എന്ന് വെച്ചാൽ ആ ട്യൂബുകളിൽ ഏത് ഗ്യാസാണോ നിറച്ചിരിക്കുന്നത് ആ ഗ്യാസിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ പറഞ്ഞ കളർ മാറും. ഇന്നിവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, LED അത് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ. LED നമ്മൾ മാർക്കറ്റിൽ പലതരത്തിലുള്ള LED കിട്ടാറുണ്ട്. ഗ്രീനും യെല്ലോയും ഓറഞ്ചും എല്ലാം കിട്ടാറുണ്ട്. ഈ LEDയുടെ നിറത്തിന് കാരണം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് LEDക്കകത്ത് ഗ്യാസ് നിറയ്ക്കാറില്ല, ജസ്റ്റ് ഒരു കമ്പോണൻറ്റ് മാത്രമാണ്. കറണ്ട് കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് മാത്രമാണ് LED പ്രത്യേകത. ഇനി എങ്ങനെയാണ് പല ഡിഫറെൻറ്റ് കളറിൽ എന്ത് ചെയ്യുന്നത് LED ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഏത് കമ്പോണൻ്റ് കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ആ കമ്പോണൻറ്റിൻ്റെ നേച്ചർ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കളർ തീരുമാനിക്കുന്നത്. അപ്പോൾ നേച്ചർ ഓഫ് കമ്പോണൻറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് LEDക്ക് കളർ ചേഞ്ച് ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു കാരണവശാലും നമ്മുടെ ബൾബുകളിനകത്ത് കളർ ചേഞ്ച് ചെയ്യുന്ന പോലെ, അതായത് ഗ്യാസ് നിറച്ചിട്ട് കളർ ചേഞ്ച് ചെയ്യുന്ന പോലെ LEDക്കകത്ത് ഗ്യാസ് ഒന്നും നിറയ്ക്കാൻ പറ്റത്തില്ല. ഇതാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന LEDയുടെ ക്വസ്റ്റ്യൻ. ഫോക്കസ് ഏരിയയിൽ അല്ലെങ്കിൽ പോലും നമുക്ക് ഇതിനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 2 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളൊരു കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ LEDക്കകത്ത്. അപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മുടെ കമ്പോണൻസ് എല്ലാം തീർന്നു. പിന്നെ ഇടയ്ക്കൊരു സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഡയോഡ് എന്ന് പറയുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്തോ പറഞ്ഞത്? പാർഷ്യലായിട്ട് കണ്ടക്ട് ചെയ്യുന്ന വസ്തുക്കളെന്ന് പറഞ്ഞു. അതായത് കറണ്ടിൻ്റെ പാർഷ്യൽ ഫ്ലോ മാത്രം
പോസിബിൾ ആക്കി മാറ്റുക എന്നുള്ള ജോലി അതേപടി ചെയ്യുന്ന ആളാണ് ഡയോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ട്രാൻസിസ്റ്റർ, ഡയോഡ്, LED എല്ലാവരും പറഞ്ഞെങ്കിലും ഇവിടെ റെസിസ്റ്റർ എന്തോ ചെയ്യുന്നത്, അവിടെ പാർഷ്യൽ കറണ്ട് കടത്തി വിടുന്നില്ല, എന്ത് ചെയ്യുക, അത് ബ്ലോക്ക് ചെയ്യുവാണ്. കപ്പാസിറ്റർ ആണെങ്കിൽ സ്റ്റോർ ചെയ്യുവാണ്. ഇൻഡക്ടർ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ബാക്ക് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ട്രാൻസിസ്റ്റർ ആകുമ്പോൾ റെസിസ്റ്റൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. LED ആണെങ്കിൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. ഇവരാരും എന്ത് ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തുള്ള കാര്യമൊന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ടോപ്പിക്ക് സാറ്റിസ്ഫൈ ചെയ്ത ആൾ ആരാണ്, ഡയോഡാണ്. സോ ഡയോഡ് എന്ന് പറയുമ്പോൾ പാർഷ്യൽ കറണ്ടിനെ കടത്തിവിടുന്ന ഒരു ഡിവൈസ് ആയിട്ട് നമുക്ക് എന്ത് വിളിക്കാം, നമ്മുടെ ഡയോഡിനെ വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡയോഡ് എന്താന്ന് പറഞ്ഞു. ഈ ഡയോഡ് നമുക്ക് ഒരു എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പഠിക്കാം. അതാ ഈ രീതിയിൽ ഈ വരയ്ക്കുന്ന കാണുന്നുണ്ടല്ലോ, ഇതാണ് ഡയോഡിൻ്റെ സ്ട്രക്ചർ. ഒരു ട്രയാങ്കിളും വരച്ചൊരു വരയിട്ടാൽ മതി. നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ഡയോഡ് എന്ന് പറയുന്നത് PN ജംഗ്ഷൻ ഡയോഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. PN ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ എന്താണ് പിയും എന്നും നമ്മൾ അറിയണം. നമ്മൾ നേരത്തെ പഠിച്ചു വച്ചിരിക്കുന്ന ആ ഒരു കണ്ടക്ടറിനകത്ത് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ, നമ്മൾ പറഞ്ഞ സെമി കണ്ടക്ടേഴ്സിനകത്ത് വീണ്ടും 2 ക്ലാസിഫിക്കേഷൻ വരും. അതായത് P ടൈപ്പ് സെമി കണ്ടക്ടറും അതുപോലെ N ടൈപ്പ് സെമി കണ്ടക്ടറും. ഇതിനകത്ത് ആക്ച്വലി നമ്മൾ പറയുന്നത്, ഇതിനകത്ത് സോളിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നതാണ് ഈ P ടൈപ്പ് N ടൈപ്പും. അതായത് ഒരു സോളിഡ് നമ്മളൊരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എടുക്കുമ്പോൾ കുറേ ഹോൾസ് ആൻഡ് ഇലക്ട്രോൺ സ്ട്രക്ചറാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഒരു സോളിഡിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ആ ഹോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് കമ്പോണൻസും ഈ ബോണ്ടിങ് എന്ന് പറയുന്നത് ആരായിരിക്കും, നെഗറ്റീവ്ലി ചാർജ്ഡ് കമ്പോണൻസും ആയിരിക്കും. അപ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും കയറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സോളിഡ് സ്ട്രക്ചർ നമുക്ക് ഡിഫൈൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ആ ഹോൾസിനെ നമുക്ക് എന്ത് വിളിക്കാം, പോസിറ്റീവ്ലി ചാർജ് ആയിരിക്കും മെജോറിറ്റി കാരിയറായിട്ട് മാറുന്നത്. അപ്പോൾ ഈ P ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ എന്ത് വിളിച്ചാൽ മതി, പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ P എന്ന് പറയുന്ന പോസിറ്റീവും N എന്ന് പറയുന്ന നെഗറ്റീവും നമ്മൾ തെറ്റിദ്ധരിച്ച് പഠിക്കാറുണ്ട്. അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. അതായത് ഹോൾസിന് ഒരു സ്ട്രക്ചർ എടുക്കുമ്പോൾ ഹോൾസിന് മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് വരുന്ന കണ്ടക്ടേഴ്സാണ് P ടൈപ്പ് സെമി കണ്ടക്ടർ. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് കമ്പോണൻസ് ആയിരിക്കും അതിനകത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. N ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പം N നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസ് കൂടുതലായിട്ടും മെജോറിറ്റി കാരിയറായിട്ട് വരുന്ന കമ്പോണൻസ് ആണ് N ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ P ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെയും N ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെയും നേച്ചർ രണ്ടും കൂടി കൊണ്ടുവന്ന് ഒരു ജംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു സെയിം സിംഗിൾ ക്രിസ്റ്റലിൽ വന്ന് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഈ വരയുള്ള ഭാഗം നമുക്ക് N ആണ്, മറ്റേ സൈഡ് P ആണ്. സോ ഇതാണ് PN ജംഗ്ഷൻ ഡയോഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിത് സാധാരണ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഡയോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. നമ്മളിപ്പോൾ ഈ റേഡിയോയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രിക്കൽ ഡിവൈസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള പല ഡിവൈസ് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഈ P N തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ Nൻ്റെ ഈ ഭാഗത്തിൽ ഒരു സൈഡിൽ ഒരു ചെറിയ വര കാണും. ആ വരയുള്ള ഭാഗമാണ് നമുക്ക് ഇവിടെ ഈ സ്ട്രക്ചറിനകത്ത് ഈ ഒരു ലൈൻ കൊണ്ട് കാണിച്ചേക്കുന്നത്. അപ്പോൾ വരയുള്ള ഭാഗം N, മറ്റേ സൈഡ് എന്തുവാണ്, P ആയിരിക്കും. അപ്പോൾ ഒരു സിംഗിൾ ക്രിസ്റ്റലിൽ P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെയും N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെയും കൂടി കൊണ്ടുവന്ന് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. ഡയോഡ് ഞാൻ ആദ്യമേ പറഞ്ഞു എന്താണ്, നമ്മുടെ പാർഷ്യൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്ന കമ്പോണൻസ് ആണ് ഡയോഡ് എന്ന് പറയുന്നത്. അതിൽ P ടൈപ്പിലും N ടൈപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെന്ത് വിളിക്കാം, PN ജംഗ്ഷൻ ഡയോഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ PN ജംഗ്ഷൻ ഡയോഡ് ഉപയോഗിച്ച് നമുക്ക് പല ഡിവൈസുകളിലും നമ്മൾ പല പല ജോലി ചെയ്യിക്കാറുണ്ട്. നമുക്ക് ആകപ്പാടെ പഠിക്കാനുള്ള 2 കാര്യം മാത്രമേ ഉള്ളൂ. ഏതാണ്, ഈ PN ജംഗ്ഷൻ ഡയോഡിനെ റെക്ടിഫയർ എന്ന് പറഞ്ഞ ഡിവൈസ് ആക്കി മാറ്റി ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. സോ നമുക്ക് ആദ്യമേ തന്നെ അറിയണം എന്താണ് റെക്ടിഫയർ. ഞാൻ ഇത്രയും കാര്യം പറയാതെ ഇത് റെക്ടിഫയറിലേക്ക് വന്നിട്ട് നമുക്കിതൊന്നും മനസ്സിലാകാതെ എന്തുകൊണ്ട് P ടൈപ്പ് സെമി കണ്ടക്ടർ എന്നോ N ടൈപ്പ് എന്നോ ഒന്നും മനസ്സിലാവാതെ നമ്മൾ ഇവിടേക്ക് പറയേണ്ടി വന്നില്ല. അപ്പോൾ റെക്ടിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മൊബൈൽ ചാർജർ ചെയ്യുന്ന ജോലി. മൊബൈൽ ചാർജർ എന്ന് പറയുന്നത് എന്താണ്, ഒരു റെക്ടിഫയർ ആണ്. അതായത് AC യെ DC ആക്കി കൺവെർട്ട് ചെയ്താൽ മാത്രമേ
ഒരു മൊബൈലിൻ്റെ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് സാധാരണ മൊബൈലുകളൊന്നും എളുപ്പം ചാർജ് ആക്കാൻ വേണ്ടി 2 വയർ എടുത്തോട്ട് കൊണ്ടുപോയി ഫേസിലും ന്യൂട്രലും കുത്തി വെച്ച് ചാർജ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിന് പ്രത്യേക ഒരു അഡാപ്റ്റർ പോലത്തെ ഒരു സാധനമുണ്ട്, ഒരു ചാർജറുണ്ട്. ആ ചാർജർ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ വീട്ടിലെ പവർ സോക്കറ്റിനകത്തിരിക്കുന്ന AC-യെ ബാറ്ററിക്കകത്തേക്കുള്ള DC വോൾട്ടേജ് ആക്കി മാറ്റണമെങ്കിൽ അവിടെ ഒരു കൺവേർഷൻ പ്രോസസ്സ് നടക്കണം. അപ്പോൾ ഈ AC-യെ DC ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്? കേട്ടോ. അപ്പോൾ ഈ ജോലി ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് റെക്ടിഫയർ. അപ്പോൾ ഈ മിക്കവാറുള്ള എല്ലാ ചാർജറും, അതായത് ബാറ്ററി ചാർജർ എല്ലാം എന്ത് തന്നെ ആയിരിക്കും, റെക്ടിഫയറിനായിരിക്കും. അപ്പോൾ ഈ ബാറ്ററി ചാർജറുകൾക്കകത്ത് അല്ലെങ്കിൽ റെക്ടിഫയറിനകത്ത് ആ ജോലി നടത്തുന്ന കമ്പോണൻ്റ് ആരെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, ആ കമ്പോണൻ്റ് ആണ് ഡയോഡ്. ഏത് ഡയോഡ്? PN ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ. അപ്പോൾ PN ജംഗ്ഷൻ ഡയോഡ് എവിടെ ഉപയോഗിക്കുന്നു? റെക്ടിഫയറിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് PN ജംഗ്ഷൻ ഡയോഡ് ഒരു റെക്ടിഫയറിൻ്റെ ജോലി ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് റെക്ടിഫിക്കേഷൻ പറഞ്ഞു? എന്താണ്? AC-യെ DC ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് റെക്ടിഫിക്കേഷൻ. നമുക്ക് ഡയോഡ് ഉപയോഗിച്ച് റെക്ടിഫയർ ഉണ്ടാക്കുമ്പോൾ രണ്ടായിട്ട് തിരിക്കാം. അതായത് 2 തരം റെക്ടിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫിക്കേഷനും മറ്റൊന്ന് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ. എന്താണ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷനും ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ? നമുക്കിതിനകത്ത് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ നമുക്ക് ആദ്യം പഠിക്കാം. എങ്ങനെയാണ് ഒരു ഡയോഡ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ പോകുന്നതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം എന്താണ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു AC-യെ DC ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ, അതായത് AC നമുക്കറിയാലോ, ഇങ്ങനെ കാണിക്കാൻ നമുക്ക് അല്ലേ, ഈ AC-യെ DC ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ, DC എന്താണ്, ഒരേ ഡയറക്ഷനിൽ മാത്രം പോകുന്നതാണ് DC എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഫുൾ AC-യുടെ ഒരു ഹാഫ് മാത്രം, ഈ പകുതി മാത്രം DC ആക്കി മാറ്റുകയാണെങ്കിൽ, അങ്ങനെ പകുതിയാക്കി മാത്രം മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ പകുതിയാക്കി മാത്രം കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഫുൾ വേവും കിട്ടിയല്ലോ. എന്തായിരിക്കും? AC-യുടെ ഫുൾ പാർട്ടും DC ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ. ഓക്കെ, രണ്ടും മനസ്സിലായില്ലേ? അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ പോസിബിൾ ആവുന്നത് നോക്കാം. ഓക്കെ. അപ്പോൾ ഒരു റെക്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഒരു AC സപ്ലൈ ചെയ്യണം, പിന്നെ അതിനുശേഷം അത് DC ആക്കി മാറ്റണം. AC DC ആക്കി മാറ്റുമ്പോഴത്തേക്ക് അവിടെ നടക്കുന്ന, അല്ലെങ്കിൽ ആ AC-യുടെ ആ സ്ട്രക്ചറിൽ മാത്രമല്ല മാറ്റം ഉണ്ടാകുന്നത്, ആ വോൾട്ടേജും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പോൾ വോൾട്ടേജ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഏതാണ്? ട്രാൻസ്ഫോമർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ട്രാൻസ്ഫോമർ അല്ലേ, വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്. അപ്പം വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചറും കൂടി ഇവിടെ വരയ്ക്കണം. അതായത് ട്രാൻസ്ഫോമറിൻ്റെ ഒരു സ്ട്രക്ചറും കൂടി നമുക്കിവിടെ വരയ്ക്കണം. എങ്ങനെയാണ്? ആദ്യം നമുക്ക് പ്രൈമറിയും അതുപോലെ സെക്കൻഡറിയും ഉണ്ടായിരിക്കണം. പ്രൈമറി നമുക്ക് ഇവിടെ ഇതുപോലെ ആദ്യം കൊടുക്കാം, AC കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ പ്രൈമറി സർക്യൂട്ട് നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. ഇനി ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാം മ്യൂച്വൽ ഇൻഡക്ഷൻ വെച്ചാണ് വർക്ക് ചെയ്യുന്നത് അറിയാം. ഇവിടെ എന്ത് ചെയ്യണം? വോൾട്ടേജ് കുറയ്ക്കണം, കൂടിയ വോൾട്ടേജിനെ കുറയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പ്രൈമറിയിൽ നമ്പർ ഓഫ് കോയിൽസ് കൂടുതൽ, അതുപോലെ തന്നെ സെക്കൻഡറിയിൽ എന്ത് ചെയ്യണം? അവിടെ നമ്പർ ഓഫ് കോയിൽസ് കുറവായിരിക്കും. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സ്ട്രക്ചർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ ട്രാൻസ്ഫോമറിൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പാരലൽ പ്ലേറ്റ് ഉപയോഗിച്ച് അവിടെ സെറ്റ് ചെയ്തേക്കാം. ഇനി നമുക്ക് ഈ സെക്കൻഡറിയിലേക്ക് പോകുന്ന ഈ പാർട്ടിൽ നമുക്ക് 2 പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം. അതായത് ഒന്ന് Aയും ഒന്ന് Bയും. ഇനി നമുക്ക് ആ Aയും Bക്കും എന്താണ് ജോലി നമുക്ക് പിന്നെ പറയാം. ഇനി നമുക്ക് ഈ ഒരു സെക്കൻഡറി തന്നെ നമുക്കൊരു ഡയോഡിനെ, ഒരു PN ജംഗ്ഷൻ ഡയോഡിനെ ഞാനിവിടെ കണക്ട് ചെയ്യുന്നു. ഓക്കെ. എന്നിട്ട് ഈ B നമുക്ക് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ദെൻ ഒരു ലോഡ് റെസിസ്റ്റർ കൂടി, അതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ലോഡ് റെസിസ്റ്റർ. ഓക്കെ. RL എന്ന് പറയുന്നതാണ് എന്ത്? ലോഡ് റെസിസ്റ്റർ. അയാളായിരിക്കും എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് തീരുമാനിക്കുന്നത്. അപ്പം ഈ ഒരു സ്ട്രക്ചർ, ഇവിടുത്തെ ഭാഗം ഏതാണ്? ഇത് ഇൻപുട്ടും ഇതെന്താണ്? ഇത് ഔട്ട്പുട്ടുമാണ്. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇത്രയും ഈ ഒരു ഫിഗർ പഠിച്ചേ പറ്റൂ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ. കാര്യം
ഡയോഡ് ആസ് എ റെക്ടിഫയർ എന്ന ടോപ്പിക് വരുമ്പോഴത്തേക്ക് ആ ടോപ്പിക്കിനകത്ത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യും. അതായത് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ഫുൾ വേവും വരുന്നുണ്ട്. രണ്ടും പഠിച്ചേ പറ്റും. ഈ പടം നിർബന്ധമായിട്ടും വരച്ച് തന്നെ പഠിക്കണം. വേറെ ഒന്നുമില്ല. ഒരു ട്രാൻസ്ഫോമറിൻ്റെ സ്ട്രക്ചർ വരച്ചു, അതായത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരച്ചെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ നമുക്ക് ഒരു എയും ബിയും മേളും താഴെയും മാർക്ക് ചെയ്തു, ഒരു ഡയോഡും ഒരു ലോഡ് റെസിസ്റ്ററും വരച്ചു. ഇത്രയേ ഉള്ളൂ ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് ആദ്യമേ തന്നെ ഇൻപുട്ടിൽ ഇവിടെ കൊടുക്കുന്നത് എന്താണ്, എ സി ആണെന്ന് നമുക്കറിയാം. നമുക്കൊരു ഫുൾ എ സി ആദ്യമേ തന്നെ ഇവിടെ വരച്ചിട്ടേക്കാം. അപ്പം ഇവിടെ 0 തൊട്ട് തുടങ്ങി ഇങ്ങനെ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ. അപ്പം നമുക്കിവിടെ ആദ്യം തന്നെ ഈ പോസിറ്റീവിലേക്ക്, അവിടെ ഇങ്ങോട്ടേക്ക് എ സി ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി കൊടുക്കുമ്പം എയിലും ബിയിലും എന്ത് ചെയ്യും, ആ പോസിറ്റീവ് നെഗറ്റീവ് മാറി മാറി വരും അല്ലേ. അപ്പോൾ ഫസ്റ്റ് സമയത്ത് എ എന്തായിരിക്കും, എ നമുക്കവിടെ പോസിറ്റീവ് ആയിരിക്കും. അതേസമയം ബി എന്തായിരിക്കും, ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, എന്തിനാണ് എയും ബിയും പോസിറ്റീവും നെഗറ്റീവ് എന്ന് പറഞ്ഞതിന് പകരം അവിടെ വേറൊരു കാര്യം ഇവിടെ പറയാനുണ്ടായിരുന്നു. അതായത് ഫോർവേഡ് ബയസിങ്ങും അതുപോലെ തന്നെ റിവേഴ്സ് ബയസിങ്ങും എന്ന് പറഞ്ഞ 2 ടോപ്പിക്ക് പറയാനുണ്ട്. ഫോർവേഡ് ബയസിങ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർവേഡ് ബയസിങ്ങും അതുപോലെ തന്നെ റിവേഴ്സ് ബയസിങ്ങും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയോഡ്, അതായത് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ്, അതിൻ്റെ പി സൈഡ് അറിയാലോ, പി സൈഡും ഇത് എൻ സൈഡും. അപ്പോൾ പി സൈഡ് എന്താണ്, പോസിറ്റീവായിട്ട്, എൻ സൈഡ് നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. അല്ലാതെ പോസിറ്റീവ് നെഗറ്റീവ് പറയരുത്, പി സൈഡ് മാത്രം പറഞ്ഞാൽ കേട്ടോ. അപ്പം ഡയോഡിൻ്റെ പോസിറ്റീവ് ഒരു ഡയോഡിൻ്റെ പി സൈഡ് ഒരു ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടും അതുപോലെ ഡയോഡിൻ്റെ എൻ സൈഡ് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടും കണക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ ഡയോഡ് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയസിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? എന്താ പറഞ്ഞത്, ഒരു ഡയോഡ്, അതായത് പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ പി സൈഡ് ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടും എൻ സൈഡ് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടും കണക്ട് ചെയ്യുകയാണെങ്കിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും. അതാണ് ഫോർവേഡ് ബയസിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റിവേഴ്സ് ബയസിങ്. റിവേഴ്സ് ബയസിങ് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഡയോഡ് തിരിച്ചെടുത്ത് വരച്ച് വയ്ക്കരുത് കേട്ടോ. ആ റിവേഴ്സ് ബയസിങ് വരയ്ക്കുമ്പോൾ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും. അപ്പോൾ ഡയോഡിൻ്റെ എൻ സൈഡ് ബാറ്ററിയുടെ പോസിറ്റീവായിട്ടും ഡയോഡിൻ്റെ പി സൈഡ് ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് തിരിച്ചാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഡയോഡ് എന്ത് ചെയ്യത്തില്ല, കണ്ടക്ട് ചെയ്യത്തില്ല. ആ ഒരു അറേഞ്ച്മെൻ്റ് ആണ് എന്ത് പറയുന്നത്, റിവേഴ്സ് ബയസിങ് എന്ന് പറയുന്നത്. അതായത് ഡസ് നോട്ട് കണ്ടക്ട്. മനസ്സിലായ പറഞ്ഞത്? അപ്പോൾ അല്ലാതെ ഇങ്ങനെയൊന്നും ചിലരൊക്കെ ഇങ്ങനെയൊക്കെ വരച്ച് വയ്ക്കാറുണ്ട്. അങ്ങനെ വരച്ച് വയ്ക്കരുത്, തെറ്റാണ് കേട്ടോ, അങ്ങനെ വരയ്ക്കരുത്. അപ്പോൾ എന്താ പറഞ്ഞത്, ഡയോഡിൻ്റെ പി സൈഡ് ബാറ്ററിയുടെ പോസിറ്റീവായിട്ടും എൻ സൈഡ് നെഗറ്റീവായിട്ടും കണക്ട് ചെയ്യുന്നെങ്കിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും. അത് ഫോർവേഡ് ബയസിങ്. ഡയോഡിൻ്റെ പി സൈഡ് ബാറ്ററിയുടെ നെഗറ്റീവായിട്ടും എൻ സൈഡ് ബാറ്ററിയുടെ പോസിറ്റീവായിട്ടാണ് കണക്ട് ചെയ്തെങ്കിൽ അത് കണ്ടക്ട് ചെയ്യത്തില്ല. അതാണ് റിവേഴ്സ് ബയസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യത ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. റിവേഴ്സ് ബയസിങ്ങിലായിരിക്കുമ്പോൾ കണ്ടക്ട് ചെയ്യുന്ന ഡയോഡുകളെ വിളിക്കുന്ന പേരാണ്, അത് പ്രത്യേക ഡയോഡാണ്, അത് സെനർ ഡയോഡ്. ഓക്കെ, എന്താണ് റിവേഴ്സ് ബയസിങ്ങിൽ അല്ലെങ്കിൽ കണ്ടക്ടർ റിവേഴ്സ് ബയസിങ്ങിലായിരിക്കുമ്പോൾ ആ ഡയോഡ് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ കറണ്ടിനെ കടത്തിവിടുന്ന ഡയോഡുകളെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ബയസിങ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഡയോഡ് വരയ്ക്കുന്ന പോലെ എന്ത് ചെയ്യുന്നത്, വരച്ചിട്ട് ഈ വരയിട്ടിട്ട് അവിടെ ഇങ്ങനെയും ഇങ്ങനെയും ഒരാണ്ട് ഷിഫ്റ്റ് ഇട്ടാൽ മതി. എന്തായിട്ട് മാറും, സെനർ ഡയോഡായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനിൽ ഒന്നാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു, ഫോർവേഡ് പറഞ്ഞു, റിവേഴ്സ് പറഞ്ഞു, അതുപോലെ റിവേഴ്സ് ബയസിങ്ങിലായിരിക്കുമ്പോൾ കണ്ടക്ട് ചെയ്യുന്ന ഡയോഡിനെ കുറിച്ചും പറഞ്ഞു. അതാണ് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കണം. അപ്പോൾ ഇതിൽ ഫോർവേഡ് ബയസിങ്ങും റിവേഴ്സ് ബയസിങ്ങും പഠിച്ചാൽ മാത്രമേ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ നമുക്ക് ബാക്കി ഇനി അങ്ങോട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ എന്താവുന്നു, എ പോസിറ്റീവ് ആവുന്നു, ബി നെഗറ്റീവ് ആവുന്നു. അത് നോക്കുക. ഇപ്പോൾ ഡയോഡിൻ്റെ പി സൈഡ് എന്ത് ചെയ്യുന്നു, പോസിറ്റീവായിട്ട് നിൽക്കുന്ന എയുമായിട്ട് നിൽക്കുകയാണ്. എൻ സൈഡോ അത് ബിയുമായിട്ട് നിൽക്കും, നെഗറ്റീവിന് കണക്ട് ചെയ്യണം. ശരിയല്ലേ? ഇങ്ങനെ നോക്കുമ്പം ഇവിടെ എന്ത് ചെയ്തേക്കുന്നു, എൻ സൈഡ് നെഗറ്റീവായിട്ടുള്ള ബിയിലും പി സൈഡ് പോസിറ്റീവായിട്ടുള്ള എയുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്ട് ആകുന്നത്. അപ്പോൾ ഈ സമയത്ത് ഡയോഡ് എന്ത് ചെയ്യാം, ഡയോഡ് നമുക്ക് എന്ത് വിളിക്കാം, ഡയോഡ് എന്ന് പറയുന്നത് ഡി എന്ന് വിളിക്കാം. അപ്പോൾ ഡയോഡ് ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡയോഡ് ഡി എന്ന് പറയുന്നത് ഫോർവേഡ് ബയസിങ്ങിനായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം എ പോസിറ്റീവും ബി നെഗറ്റീവും ആകുന്ന സമയത്ത് ഡയോഡിൻ്റെ പി സൈഡ് എയുമായിട്ടും എൻ സൈഡ് നെഗറ്റീവുമായിട്ട് നിൽക്കുകയാണ്. സോ അത് ഡയോഡ് ഫോർവേഡ് ബയസിങ്ങിലിരിക്കും. ഈ സമയത്ത് ഔട്ട്പുട്ടിലേക്ക് എന്ത് ചെയ്യുന്ന കാണാം, കറണ്ട് കടത്തി വിടുന്ന കാണാം. എന്ത് ചെയ്യുന്ന കാണാടെ, അവിടെ നമുക്ക് ഈ പോസിറ്റീവ് ഡയറക്ഷനിൽ കറണ്ട് കടത്തി വിടുന്ന ഔട്ട്പുട്ട് ഉണ്ടാവുന്ന കാണാം. അടുത്ത മൊമെൻറ്റിൽ ഈ എ സിയെ കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത മൊമെൻറ്റ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണിക്കുന്ന നെഗറ്റീവ് വരും.
സോ നെഗറ്റീവ് കണക്ട് ചെയ്യുമ്പം എ എന്താവും? സെക്കൻഡ് കേസിൽ എ നെഗറ്റീവ് ആവും, ബി എന്താവും? പോസിറ്റീവ് ആവും. അപ്പോൾ എ നെഗറ്റീവ് ആകുമ്പോൾ ഡയോഡിൻ്റെ പി സൈഡ് എന്ത് ചെയ്യുന്നു? നെഗറ്റീവായിട്ടിരിക്കുന്നു അല്ലേ? എൻ സൈഡ് എന്ത് ചെയ്യുന്നു? പോസിറ്റീവായിട്ടിരിക്കുന്നു. അതെന്ത് ബൈസിങ്ങാ? ഡയോഡ് ഡി എന്ന് പറയുന്നത് റിവേഴ്സ് ബൈസിങ്ങിലാവും. അപ്പോൾ റിവേഴ്സ് ബൈസിങ്ങിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഫോർവേഡ് ബൈസിലാകുന്ന കണ്ടക്ട് ചെയ്യുന്ന എന്ത് ചെയ്യാം? ഇങ്ങനെ കാണിക്കാം. റിവേഴ്സ് ബൈസിങ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് നെഗറ്റീവിൽ നിൽക്കുവാണ്, കണ്ടക്ട് ചെയ്യുന്നില്ല. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും പോസിറ്റീവിലേക്ക് എടുക്കാവുന്ന വേണമെങ്കിൽ. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? എ പോസിറ്റീവ് ആവുന്നു, ബി അവിടെ നെഗറ്റീവ് ആവുന്നു. സോ ഡി എന്ത് ചെയ്യുന്നു? വീണ്ടും ഫോർവേഡിലേക്ക് വരുന്നു, ഫോർവേഡ് ബൈസിങ് ആവുന്നു. അപ്പോൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നു. അടുത്ത് നോക്കുമ്പോഴോ വീണ്ടും നോക്കുമ്പോഴത്തേക്ക് എ നെഗറ്റീവ് ആവും, ബി പോസിറ്റീവ് ആവും. ഇയാൾ എന്ത് ചെയ്യും? റിവേഴ്സ് ബൈസിങ്ങിലോട്ട് പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ കണ്ടക്ട് ചെയ്യാത്ത ഭാഗം നമുക്ക് എടുക്കേണ്ട കാര്യമില്ല, അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ശരിയല്ലേ? അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ എങ്ങനെ വരുന്നതാണ് ഈ സാധനം? ഇങ്ങനെ വരുന്ന കാണാം. അതായത് ഹാഫ് വേവ് മാത്രം എന്തായിട്ട് മാറി? കൺവെർട്ടഡ് ആയിട്ട് മാറി. അപ്പം ഇങ്ങനെയാണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിനെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് പറയുന്നത്? ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമുക്കിനി എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ വേവ് റെക്ടിഫിക്കേഷനിലേക്ക് പോവാം. സോ നമുക്കിനി ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയറിനെ കുറിച്ച് പഠിക്കാം. അതായത് എന്താണ്? ഒരു ഫുൾ എ സിയെ പൂർണ്ണമായിട്ട്, അതായത് ഫുൾ ഡി സി ആക്കി മാറ്റുന്ന ഡിവൈസാണ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് വരയ്ക്കാം. നമ്മൾ നേരത്തെ വരച്ചവർ തന്നെയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡയോഡിനെ ഉപയോഗിച്ചിട്ടാണ് റെക്ടിഫയറിന് ജോലി ചെയ്തത്. ഇവിടെ നമ്മൾ 2 ഡയോഡിനെ ഉപയോഗിക്കും. ആദ്യമേ അതിനെന്ത് ചെയ്യാം? നമുക്ക് പ്രൈമറിയിൽ ഇതുപോലെ എ സിയെ വരയ്ക്കാം. ഞാൻ വരയ്ക്കുമ്പം നല്ല വൃത്തിയാണ്, നിങ്ങൾ ഇതുപോലെ വൃത്തിയായിട്ട് വരയ്ക്കണം കേട്ടോ. ഓക്കെ, ആദ്യമേ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ സംഭവങ്ങളൊക്കെ വരച്ചു വെച്ചു. ഇനി എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എയും അതുപോലെ ബി ഒക്കെ മാർക്ക് ചെയ്യാം. ഇവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡയോഡും D1 എടുക്കുന്നു. ബിയുടെ അടുത്തായിട്ട് വേറൊരു ഡയോഡ് D2നെ എടുക്കുന്നു. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ ഇടുന്നു. ആ പോയിന്റ് ഞാൻ ഇവിടെ സി എന്ന് കൊടുക്കാം, സി എന്നോ ഒ എന്നോ കൊടുക്കാം. ഇവിടെ നിന്ന് ഒരു സാധനം അങ്ങോട്ട് കൊണ്ട ജമ്പ് ചെയ്ത് പുറത്തേക്ക് വരും. ഇവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് നമ്മുടെ ലോഡ് റെസിസ്റ്റർ RLനെയും ഇവിടെ വിളിക്കുന്നത്. അപ്പം ഇതാണ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ നിന്ന് ഇൻപുട്ടിൽ നിന്ന് AC കൊടുക്കുന്നു. അതായത് ഇവിടെ വരച്ചിട്ടേക്കാം, AC കൊടുക്കുന്നു. ഇത്രയും കൊടുക്കാം. 2 കേസ് എടുക്കാം, 4 കേസ് എടുക്കും മൊത്തം. അതിന് തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ 2 ആശാന്മാരെയും കൂടെ വരച്ചു. കാര്യം 2 ഡയോഡുണ്ട് ഇവിടെ അല്ലേ. എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ AC കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഫസ്റ്റ് കേസ് 1ൽ എന്ത് ചെയ്യുന്നു? A പോസിറ്റീവ്, അതുപോലെ തന്നെ B എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ആകും. അപ്പോൾ ഡയോഡ് D1ലേക്ക് നോക്കുക. A പോസിറ്റീവ് ആകുന്നു, ഡയോഡ് D1ൻ്റെ പി സൈഡ് എന്ത് ചെയ്യുന്നു? പോസിറ്റീവായിട്ടും അതുപോലെ N സൈഡ് നെഗറ്റീവുമായിട്ടും നിൽക്കുകയാണ്. B അല്ലേ? ഡയോഡിൻ്റെ N സൈഡ് എന്ന് പറഞ്ഞ വരയുള്ള ഭാഗം എന്ത് ചെയ്യുന്നത്? ഈ വരയുള്ള ഭാഗം B-യുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു, വരയില്ലാത്ത പി സൈഡ് A-യുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു. അവിടെ എന്ത് പറഞ്ഞു? A പോസിറ്റീവാണ്, B നെഗറ്റീവാണ്. സോ ഡയോഡ് D1 എന്താണ്? D1 എന്ന് പറയുന്ന ആള് ഫോർവേഡ് ബയസിങ്ങിലാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഡയോഡ് D1 എന്ന് എഴുതാം. D1 കാരണം ഉണ്ടാകുന്ന ആ ഒരു സർക്യൂട്ട് കാണിക്കാൻ അയാൾ എന്ത് ചെയ്യും? ഫോർവേഡ് ബയസിങ്ങിൽ കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ടിനെ കണ്ടക്ട് ചെയ്യും. അതേ സമയത്ത് ഇവിടെ വേറൊരു കാര്യം നടക്കുകയാണ്, D2ൻ്റെ കാര്യം. ആ D2ൻ്റെ നോക്കിയേ, ഈ D2 എന്ത് ചെയ്യുന്നു? D2ൻ്റെ പി സൈഡ് B-യുമായിട്ടും N സൈഡ് A-യുമായിട്ടാണ് കണക്ട് ആയിരിക്കുന്നത്. അത് നോക്കിയേ, ഡയോഡിൻ്റെ D2ൻ്റെ പി സൈഡ് B-യുമായിട്ടും N സൈഡ് അവിടെ A-യുമായിട്ട് കണക്ട് ആണ്. അതായത് ഇവിടെ ഇപ്പോൾ A പോസിറ്റീവും B നെഗറ്റീവാണ്. അപ്പോൾ D2 നോക്കിയേ, D2 എന്ത് ചെയ്യുന്നു? D2ൻ്റെ പി സൈഡ് നെഗറ്റീവുമായിട്ടും N സൈഡ് പോസിറ്റീവുമായിട്ടാണ് നിൽക്കുന്നത്. സോ ഡയോഡ് എന്തായിരിക്കും? D2 റിവേഴ്സ് ബയസിങ്ങിലായിരിക്കും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്താണ്? ഇയാൾ റിവേഴ്സ് ബയസിങ്ങിലേക്ക് നിൽക്കുന്നത്, അതായത് കണക്ട് ചെയ്യാത്ത അവസ്ഥയിലേക്ക് നിൽക്കുന്നതാണ്. ഇനി അടുത്ത സമയത്ത് എന്ത് ചെയ്യും? അടുത്തത് ഈ രണ്ടാമത്തെ കേസ് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താവുന്നു? A നെഗറ്റീവും
ബി പോസിറ്റീവ് ആവും. പറഞ്ഞേ എന്തായിരിക്കും? എ നെഗറ്റീവ് ആകുമ്പോൾ ഡയോഡ് ഡി വൺ എന്ത് ചെയ്യുന്നു? ഡി വൺ അങ്ങ് റിവേഴ്സ് ബൈസിങ്ങിലേക്ക് പോകും. ഡി ടു നോക്കിയേ, ബി പോസിറ്റീവാണ്, ഡി ടുവിൻ്റെ പി സൈഡ് പോസിറ്റീവായിട്ടും എൻ സൈഡ് എ നെഗറ്റീവായിട്ടും. സോ എന്ത് ചെയ്യുന്നു? അയാൾ അങ്ങ് ഫോർവേഡിലേക്ക് വരും, ഫോർവേഡ് ബൈസിങ് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നതാണ്? ഡയോഡ് ഡി ടു കാരണം ഫോർവേഡ് ബൈസിങ്ങിന് വരുന്നു, ഡി വണ്ണോ റിവേഴ്സ് ബൈസിങ്ങിന് പോകും. അടുത്ത കേസാകുമ്പോൾ ഡി വൺ വീണ്ടും ഫോർവേഡ് ബൈസിങ് വരും, ഡി ടുവോ റിവേഴ്സ് ബൈസിങ്ങിന് വരും. വീണ്ടും എന്ത് ചെയ്യുന്നു? ഡി വൺ റിവേഴ്സ് ബൈസിങ്ങിൽ വരും, ഡി ടു തിരിച്ച് പോസിറ്റീവ് വയ്ക്കും. ഇത് രണ്ടും കൂടെ നോക്കിയടെ, രണ്ടും കൂടെ നോക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യുന്ന കാണാം? ഡയോഡ് ഡി വൺ കാരണം ഒരു ഫോർവേഡ് ബൈസിങ്, പിന്നെ അതേ ഭാഗത്ത് ചെയ്യുന്നു ഡി ടു കാരണം ഫോർവേഡ് ബൈസിങ്, അതായത് പിന്നെ വീണ്ടും ഡി വൺ കാരണം ഒരു ഫോർവേഡ് ബൈസിങ്, പിന്നെ വീണ്ടും ഡി ടു കാരണം ഫോർവേഡ് ബൈസിങ്. ഇങ്ങനെയാണ് എന്തായി മാറുന്നത്? ഒരു ഫുൾ എ സി ഫുൾ ഡി സി ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡയോഡ് ഉപയോഗിച്ചുകൊണ്ട് റെക്ടിഫയറിൻ്റെ ജോലി ചെയ്യുന്നത്. അപ്പോൾ എ സിയെ ഡി സി ആക്കി മാറ്റുന്നതാണ് റെക്ടിഫയറിൻ്റെ ജോലി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ വെച്ച് മാത്രമല്ല ഞാൻ പഠിപ്പിച്ചേക്കുന്നത്, ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള എല്ലാ ടോപ്പിക്കൂടെ വെച്ചിട്ടാണ് പഠിപ്പിച്ചേക്കുന്നത്. റെക്ടിഫയർ പറയുമ്പം സ്വാഭാവികമായിട്ടും അതിൽ പറയേണ്ടുന്ന ഫോർവേഡ് ബൈസിങ്, റിവേഴ്സ് ബൈസിങ്ങും പറഞ്ഞിട്ടുണ്ട്. ഇനി ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ, റിവേഴ്സ് ബൈസിങ് കണ്ടിട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയോഡിനെ വിളിക്കുന്ന പേര് സെനർ ഡയോഡ്, അത് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നതാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഗേറ്റ്സ്. ഈ പേര് കാണുമ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസോ ഒക്കെ എന്താണ്? ഓരോ ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. അപ്പം അതിനകത്ത് നമ്മൾക്ക് നടക്കുന്നത് എന്ത് വർക്കിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു മിക്സിയോ അല്ലെങ്കിൽ ഒരു ടി വിയോ ഒരു ഫാനോ വർക്ക് ചെയ്യുന്ന പോലെ അല്ല അതിൻ്റെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഒരു കാൽക്കുലേറ്റർ, നമ്മൾ അതിനകത്തുള്ള ബട്ടൺസ് ഞെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ലെറ്റേഴ്സ് തെളിഞ്ഞ് കാണുന്നത്, കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കൂടി നമുക്ക് പല വിഷ്വൽസ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സാധനം അതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡേറ്റാസിൻ്റെ ഒരു ഔട്ട്പുട്ട് അതിൻ്റെ സ്ക്രീനിനകത്ത് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം ചെയ്യുന്ന പരിപാടികളാണ് ഡിജിറ്റൽ സർക്യൂട്ടുകളിനകത്ത് ഉള്ളത്. ഓക്കെ, അതൊരു സെപ്പറേറ്റ് ടോപ്പിക് തന്നെയാണ്. ഈ ഇലക്ട്രോണിക്സ് ഒക്കെ നിങ്ങൾ ഇനി ഹയർ സ്റ്റഡീസ്, നിങ്ങൾ ഇനി എഞ്ചിനീയറിംഗാണ് പഠിക്കുന്നതെങ്കിൽ വളരെയധികം ഉപയോഗിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. കാര്യം നമ്മൾ ഇപ്പോഴും ഒരു ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡൊക്കെ നോക്കുമ്പോൾ ഇതൊരു ഡിജിറ്റൽ യുഗമാണ്, ശരിയല്ലേ? കാരണം നമ്മൾ എല്ലാത്തിലോട്ടും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കറൻസി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും പറഞ്ഞ ഷോപ്പിംഗ് ആണെങ്കിലും എല്ലാം നമ്മൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് സാധനം മേടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിരിക്കുന്ന ലിക്വിഡ് ക്യാഷ് നമുക്ക് വേണമെന്നില്ല. നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയോ ഒക്കെ അയച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ബില്ലടയ്ക്കാൻ പറ്റുന്നു. വീട്ടിലെ വാട്ടർ ബില്ലും കറണ്ട് ബില്ലും ഒക്കെ നമുക്ക് അടയ്ക്കാറുണ്ടല്ലേ? അല്ലെങ്കിൽ നമുക്കിപ്പം പണ്ട് പണ്ട് നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരമടച്ച രസീതോ അല്ലെങ്കിൽ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി കാത്തു നിന്ന് ദിവസങ്ങളോളം പോയി കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് വന്ന് എടുത്തുകൊണ്ട് വരുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് നമ്മളുടെ ആവശ്യമായ ഡേറ്റാസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ അക്ഷയ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടുന്നത് കാണാം. അതായത് നമ്മൾ ആ ഓഫീസറിനെ കാണാതെ തന്നെ എല്ലാ തരം സേവനങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഗവൺമെൻറ് വഴിയാണെങ്കിലും, ബാങ്കിങ് ആണെങ്കിലും, ഇ ബുക്കിംഗ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഈ KSRTCയുടെയും അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ പോകുന്ന ആ ടിക്കറ്റ് എടുക്കുന്ന പോലും നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാം ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ വാട്സപ്പ് ചാറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ ഈ ക്ലാസ് തന്നെയാണ്. കൊറോണ വന്നപ്പോഴത്തേക്ക് ക്ലാസ്സുകളൊക്കെ നമ്മൾ ലൈവ് ആക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി റെക്കോർഡ് ചെയ്തും ലൈവായിട്ടൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, ശരിയല്ലേ? അപ്പം നമുക്ക് ഇതെല്ലാം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറേ കൂടെ ഈസി ആയിട്ട്, കുറേ കൂടെ ടെക്നിക്കൽ സൈഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു തലമാണ് ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സും അതിൻ്റെ കുറച്ച് ബേസിക് ഗേറ്റ്സുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഗേറ്റിൻ്റെ അർത്ഥം? നമുക്ക് ഈ തുറന്നു കൊടുക്കപ്പെടുന്നത്. അതായത് നമ്മൾ മാത്സിനകത്ത് പഠിക്കുന്ന കുറേ ലോജിക് ഗേറ്റാണ് അഡിഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അതായത് എ എന്ന് പറയുന്ന ഒരു വാല്യൂവിനെയും ബി എന്ന് പറയുന്ന വാല്യൂവിനെയും കൂടി നമ്മൾ ആഡ് ചെയ്യാൻ പറ്റും, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും,
ഡിവൈഡ് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ 1ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്. അതായത് കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്കൊരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഭാഷ, ഒരു ലാംഗ്വേജ് ഉണ്ട്, ബൈനറി ലാംഗ്വേജ് എന്ന് പറയും. അതായത് 0യും 1ഉം മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ബൈനറി ലാംഗ്വേജ്. എന്ന് വെച്ചാൽ 2 എലമെൻറ്റിനെ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജാണ് ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അവിടുത്തെ എലമെൻ്റ് ആരൊക്കെ ആയിരിക്കും? 0യും 1ഉം ആയിരിക്കും. അപ്പോൾ ഏത് വാല്യൂ നമ്മൾ കൊടുത്താലും അതിന് കമ്പ്യൂട്ടർ മനസ്സിൽ എന്താണ്? 0യും 1 എന്നായിരിക്കും. അതായത് നമ്മളിപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ മലയാളം ഉപയോഗിക്കുന്നുണ്ട്, തമിഴന്മാരാണെങ്കിൽ തമിഴ് ഉപയോഗിക്കും, ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കും എന്ന് പറയുന്ന പോലെ കമ്പ്യൂട്ടറിനടുത്ത് നമ്മൾ തമിഴോ മലയാളമോ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്, ആ ലാംഗ്വേജാണ് ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൈനറി ലാംഗ്വേജ് നമുക്കറിയത്തില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കീപാഡിനകത്ത് നമുക്ക് പല ലെറ്റേഴ്സ് ഉണ്ട്. നമുക്കിപ്പം കൺട്രോൾ, ഫംഗ്ഷൻ, ഇസഡ്, എക്സ്, സി, എ, ബി, സി, ഡി എല്ലാം ഉണ്ട്. ക്യാപ്സ് ലോക്ക്, ടാബ്, ഷിഫ്റ്റ്, അങ്ങനെ ആൾട്ട്, കൺട്രോൾ, എൻ്റർ, ബാക്ക് സ്പേസ്, ഡിലീറ്റ് എന്ന് പറഞ്ഞ് പല തരത്തിലുള്ള കീസ് ഉണ്ട്. അപ്പോൾ ഓരോ കീസിനും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഓപ്പറേഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ ബൈനറി കോഡിങ് ഉണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ 0 എന്നാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവിടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് 0 0 0 0 എന്നായിരിക്കും. നമ്മൾ 1 എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്നത് 0 0 0 1 എന്നായിരിക്കും വരുന്നത്, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത്. നമ്മൾ 2 എന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ 0 0 0 2 വരത്തില്ല, പകരം 0യും 1ഉം മാത്രം ഉപയോഗിച്ചിട്ടുള്ള അടുത്ത എലമെൻ്റ് ഏതാണ്? 10 അല്ലേ? അപ്പോൾ ഇങ്ങനെ അരച്ചാൽ മതി. ആദ്യം 0, പിന്നെ 1, പിന്നെ 1ഉം 0 വരുന്നവരാണ് 10. അടുത്ത 3ന് പകരം വരും 11 ആയിരിക്കും വരുന്നത്, 1ഉം 0 വരുന്നത് 11 വരും. അപ്പോൾ 0 0 1 1. അത് കഴിഞ്ഞാൽ പിന്നെ 0യും 1ഉം മാത്രം വരുന്ന അടുത്ത ലെവൽ ഏതുണ്ട്? 100ആണ്. അപ്പോൾ 0 1 0 0. അപ്പോൾ ഇതാണിത് 4നെ കാണിക്കാൻ വേണ്ടിയിട്ട്. 5 ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? 0 1 0 1 വരും. 6 ആകുമ്പോഴത്തേക്ക് 0 1 1 0 വരും. 7 ആകുമ്പം അടുത്ത ആരാ? 111 1 1. അടുത്ത 8 ആകുമ്പോൾ പിന്നെ ആരേ ഉള്ളൂ? 1000 ഉള്ളൂ, 1000 വരും. 9 ആകുമ്പോഴത്തേക്ക് 1001, പിന്നെ 1010, 1011, 1700, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന 0കളെയും 1കളെയും ഉപയോഗിച്ചിട്ടുള്ള കുറേ കോഡുകളുണ്ട്. അതാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ബൈനറി കോഡിംഗ് എന്ന് വിളിക്കുന്നത്. ഇതാണ് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസുകാർ കഴിഞ്ഞ വർഷം +1 ആദ്യം പഠിച്ചൊരു ചാപ്റ്ററാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനകത്ത് നമ്മൾ C++ ഒക്കെ പഠിക്കുന്നതിന് മുമ്പേ പഠിക്കുന്ന ബൈനറി കോഡിങ് ആദ്യം പഠിക്കുന്ന കാര്യമാണ്. ബയോളജി കാര്യം അത്രയ്ക്കും ഡീറ്റെയിൽ പഠിക്കേണ്ട കാര്യമില്ല, ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇത് ഞാൻ പറഞ്ഞ വേറൊന്നിനും വേണ്ടിയല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാല്യൂവിനും പകരമായിട്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് ഉണ്ടായിരിക്കും. ആ ലാംഗ്വേജിൽ 2 എലമെൻറ്റേ ഉള്ളൂ. ആരാണ്? ബൈനറി എലമെൻറ്റ്സ് 0യും 1ഉം. അതായത് നമ്മളിവിടെ എന്തിനാണ് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങളേ ഉള്ളൂ. ഏതാണ്? ഓഫും ഓണും. അതിനെ കാണിക്കാനാണ് ഈ 0യും 1ഉം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓഫ് ആണെങ്കിൽ 0യും ഓൺ ആണെങ്കിൽ 1ഉം ആയിരിക്കും. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ അതാണ് ഓഫും ഓണും കാണിക്കുന്നത്. ഇനി അടുത്ത പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഗേറ്റുകൾ ഏതൊക്കെയാണ്? ഓർ ഗേറ്റ്, അതുപോലെ ആൻഡ് ഗേറ്റ്, അതുപോലെ നോട്ട് ഗേറ്റ്, പിന്നെ അതുപോലെ നോർ ഗേറ്റ്, നാൻഡ് ഗേറ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് ഗേറ്റുകൾ പഠിക്കാറുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഗേറ്റ് പഠിക്കാം. ഒന്നാമത്തത് ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, എയും ബിയും 2 ഇൻപുട്ട്. ഓക്കെ, ഈ എയും ബി 2 ഇൻപുട്ടുകൾ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അവർക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് നമ്മൾ y വെച്ച് കാണിക്കും. റിസൾട്ടിൽ y. അപ്പം എയും ബിയും 2 പേര് ഇൻപുട്ട് ആണെങ്കിൽ y എന്താണ്? ഔട്ട്പുട്ട് ആണെന്ന് പറഞ്ഞു. ആ ഔട്ട്പുട്ട് എന്താ വരേണ്ടത്? എയും ബിയും കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്ന റിസൾട്ട്? A+B ആണല്ലോ. ഓക്കെ, അപ്പം ഈ ഒരു മാത്തമാറ്റിക്കൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന പോലെ ആക്കുന്നത് പഠിക്കാം. ഓക്കെ, y = A+B എങ്ങനെ ആക്കുന്നത് നോക്കാം. അതായത് ഓർ ഗേറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഓർ ഗേറ്റ് ഇങ്ങനെ വരച്ച് ഇങ്ങനെ. ഓക്കെ, ഇതാണ് ഓർ ഗേറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനകത്തേക്ക് 2 ഇൻപുട്ടുകൾ, ഇതാണ് ഓർ ഗേറ്റ്. ആ 2 ഇൻപുട്ട് നമ്മൾ വരയ്ക്കാൻ വേണ്ടി 2 ലൈൻ വെച്ച് ഇൻപുട്ട് കാണിക്കുന്നു. ആരൊക്കെ ഇൻപുട്ട്? എയും ബിയും. ഈ എയും ബിയോട് എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുന്നു? ആഡ് ചെയ്യാൻ പറഞ്ഞ ഓർ ഗേറ്റ് ആണ് ഈ താന്നിരിക്കുന്ന ഈ സാധനം, കൊതുമ്പ് പോലിരിക്കുന്ന സാധനം കേട്ടോ. ഇനി അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുമ്പോൾ എന്തായി? ഔട്ട്പുട്ടായി. സോ ഇതാണ് y എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഓർ ഗേറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ്? y = A+B.
ബി. ഓക്കെ, y is equal to a plus b. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം എയും ബിയും രണ്ട് ഇൻപുട്ട് ഓർ ഗേറ്റ് ഉപയോഗിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം ഇവിടെ പഠിക്കാറുണ്ട്, ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ. അതായത് ഇവിടെ നമുക്ക് ഇൻപുട്ടുകൾ രണ്ട് വാല്യൂ ഉണ്ട്, 0, 1 ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള ഔട്ട്പുട്ട് കിട്ടും എന്ന് പറയുന്ന സാധനമാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. അതായത് എയും ബിയും പിന്നെ ഔട്ട്പുട്ട് y is equal to a plus b. നമുക്കത് വരയ്ക്കാം. ആദ്യം എന്ത് ചെയ്യാം, ഈ സർക്യൂട്ട് രണ്ടും ഓഫ് ആവാം. എന്ന് വെച്ചാൽ എന്തുവാ, രണ്ടുപേരും 0, 0 ആവാം. സോ 0 + 0 y എന്ത് വരും, 0 തന്നെ വരും. ആഡ് ചെയ്യുമ്പോൾ 0 അല്ലേ വരുന്നത്. നെക്സ്റ്റ് ഈ എ നമുക്ക് ഓൺ ആക്കാം, അതായത് 1 കൊടുക്കാം. ബി എന്ത് ചെയ്യാം, അപ്പോഴും ഓഫ് ആക്കാം. ഇനി 1 + 0 എന്താണ്, 1 ആണ്. നെക്സ്റ്റ് വരുന്നു എ നമുക്ക് ഓഫ് ആക്കാം, ബി ഓൺ ആക്കാം. എന്ന് വെച്ചാൽ ഒരാൾ മാത്രം ഓൺ ചെയ്ത് വയ്ക്കുന്നു. അപ്പോഴെന്ത് ചെയ്യുന്നു, അപ്പോഴും 1, 0 + 1 1 തന്നെ വരുന്നു. ഇനി രണ്ടുപേരെ ഓൺ ആക്കാം. രണ്ടുപേരെ ഓൺ ആക്കുമ്പോൾ എന്ത് ചെയ്യും, അപ്പോഴും ഓൺ ആവുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 + 1 = 2 എഴുതി വയ്ക്കരുത്. റിസൾട്ട് 2 വരത്തില്ല. എന്തിനെ വരും, 1 തന്നെ വരും. മനസ്സിലായി പറഞ്ഞത്. നോക്കി, ആദ്യം രണ്ടുപേരും ഓഫ് ആണെങ്കിൽ ഇവിടെ ഓർ ഗേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതും ഓഫായിരിക്കും. ഒരാളെങ്കിലും ഓൺ ആവുകയാണെങ്കിൽ ഇവിടെ ഓൺ, ഇവിടെയും ഒരാൾ ഓൺ ആണ്, ഇവിടെയും ഓൺ. രണ്ടുപേരും രണ്ട് സ്വിച്ച് ഓൺ ആണെങ്കിലും ഇവിടെ ഓൺ. ഇതാണ് നമ്മുടെ ഏതിൻ്റെ പ്രത്യേകത, നമ്മുടെ ഓർ ഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത് എഴുതിയെടുക്കുക. അപ്പോൾ നമുക്ക് ഓർ ഗേറ്റും അതിൻ്റെ ട്രൂത്ത് ടേബിൾ ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് അടുത്ത ഗേറ്റിലേക്ക് പോകാം. അടുത്ത ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ഗേറ്റ്. അതായത് എയും ബിയും രണ്ട് ഇൻപുട്ട് ആണെങ്കിൽ അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ സാറിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റേ ഇൻറ്റു മാർക്കിൽ എടുക്കുന്നത്. അപ്പം മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗേറ്റാണ് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ റിസൾട്ട് y എന്ത് വരും, എയും ബിയും ആണെങ്കിൽ എ ഇൻറ്റു ബി വരും. അവിടെ നമ്മൾ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് a.b ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം മൾട്ടിപ്ലിക്കേഷൻ എടുക്കുന്നതിന് പകരം ഉപയോഗിക്കുന്ന ഗേറ്റാണ് ആരെന്ന് പറയുന്നത്, ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എയും ബി രണ്ട് ഇൻപുട്ട് ആണെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി y is equal to a.b എന്ന് കാണിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ ക്യാപിറ്റൽ ഡി ഇല്ലേ, അതുപോലെ വരച്ചാൽ മതി. അപ്പോൾ ഇവിടെ രണ്ട് ഇൻപുട്ട് എയും ബിയും ആണെങ്കിൽ ഇവിടെ ആൻഡ് ഗേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതെന്തൊരു റിസൾട്ട് എന്തുമായിരിക്കും, y is equal to a into b ആയിരിക്കും. ഇവിടെ ആരോ മാർക്ക് ഇട്ട് വയ്ക്കല്ലേ, നേരെയാണ് കേട്ടോ. y is equal to a.b ആയിരിക്കും. ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെയും നമുക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിൾ പഠിക്കാം. സിമ്പിളാണ്. എയും ബിയും ഔട്ട്പുട്ട് എന്താണ്, a.b. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ രണ്ടുപേരെയും 0 ആക്കാം. ഒരാൾ ഓണും ഒരാളെ ഓഫും ആക്കാം. ഒരാൾ ഓഫും ഒരാൾ ഓണും ആക്കാം. രണ്ടുപേരെയും ഓൺ ആക്കാം. നോക്കുക, മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ 0 × 0 0, 1 × 0 അതും 0, 0 × 1 0. എന്ത് മനസ്സിലായി, ഏതെങ്കിലും ഓഫ് ആണെങ്കിൽ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതെങ്കിലും ഓൺ ആണെങ്കിൽ അത് ഓണെന്ന് പറഞ്ഞത്. ഇവിടെ ഏതെങ്കിലും ഓഫ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഔട്ട്പുട്ടും ഓഫ് ആയിരിക്കും. അതേസമയം രണ്ടും ഓൺ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യും, 1 × 1 വരുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് കാണിക്കത്തുള്ളൂ. ഓക്കെ, അതായത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിനകത്ത് ഔട്ട്പുട്ട് ഓഫ് വരും. എല്ലാ സ്വിച്ചുകളും ഓൺ ആണെങ്കിൽ മാത്രം, അതായത് എല്ലാ സർക്യൂട്ടുകളും ഓൺ ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് ഓൺ ആകുന്നു. ഇതാണ് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ. അടുത്ത നമ്മൾ പഠിക്കാനുള്ളതാണ് നോട്ട് ഗേറ്റ്. അതാണ് എന്ത്, നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് നമ്മൾ വേറൊരു പേര് വിളിക്കും ഇൻവെർട്ടർ. അപ്പോൾ ഇൻവെർട്ടർ എന്താ ചെയ്യുന്നത്, നമ്മുടെ സർക്യൂട്ട് ഓഫ് ആകുമ്പം ഔട്ട്പുട്ട് ഓൺ ആവുന്നു, സർക്യൂട്ട് ഓൺ ആകുമ്പം ഔട്ട്പുട്ട് ഓഫ് ആവണം. അതാണ് ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നോട്ട് ഗേറ്റ് ആയിട്ട് നമുക്ക് ഒരു ഇൻപുട്ട് മതി, എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് മതി. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ is equal to a ഇട്ടിട്ടൊരു വരയിട്ടാൽ മതി മേടില്ല. അത് നമ്മൾ a' എന്ന് വിളിക്കും. ഇതാണ് a' എന്ന് വായിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തിരിക്കുക, സാധാരണ പോലെ നമ്മുടെ ബാർ എന്താണത്, a' എന്ന് വിളിക്കാം. അപ്പോൾ ഇതാണ് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാം. വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പീഞ്ഞ് ഡയോഡ് വരച്ച പോലെ വരയ്ക്ക് വരം വട്ടം ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ എ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, y is equal to ഒന്നുകിൽ a' അല്ലെങ്കിൽ a' ആയിരിക്കും. മനസ്സിലായോ. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിളോടെ വരയ്ക്കാം. എന്താണ് ട്രൂത്ത് ടേബിൾ? ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ ഇവിടെ എ ഇടുന്നു, ബി ഇല്ല. ഇവിടെ ഔട്ട്പുട്ട് y is equal to a' അല്ലെങ്കിൽ a'. ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 1, ഇവിടെ 1 ആണെങ്കിൽ 0, തീർന്നു. ഇതാണ് എ എന്ന് പറയുന്നത്, നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്.
സർക്യൂട്ട് ഓഫ് ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് ഓൺ ആകണം. സർക്യൂട്ട് ഓൺ ആകുമ്പോൾ ഔട്ട്പുട്ട് ഓഫ് ആവണം. അപ്പം ഈ നോട്ട് ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ ഓർ ഗേറ്റിനെയും അതുപോലെ തന്നെ ആൻഡ് ഗേറ്റിനെയും വീണ്ടും ഒന്ന് ക്ലാസിഫൈ ചെയ്യണം. അതായത് ഓർ ഗേറ്റിന്റെ നോട്ട്, അതായത് നോർ ഗേറ്റ് കേട്ടോ. നോർ ഗേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നോട്ട് ആൻഡ് ഓർ ഗേറ്റ്. ഓക്കെ, അവിടെ അങ്ങനെ വരുന്നതാണ്. നമ്മുടെ ഓർമ്മയില്ലേ, ഇവിടെ എയും ബിയും വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതാണല്ലോ ഓർ എന്ന് പറയുന്നത്. അതിനകത്തേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു വട്ടം കൊട്ട് കഴിഞ്ഞാൽ അതെന്തായി, നോറായി. അതായത് y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ആണ് ഓർ ഗേറ്റ്. അതിനെന്ത് ചെയ്യുക, ബാർ ഇട്ട് കഴിഞ്ഞാൽ നോറായി. ട്രൂത്ത് ടേബിൾ നമുക്ക് അതിൻ്റെ വരച്ച് നോക്കാം. എങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്നത്, എയും ബിയും y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ബാറും ആണെങ്കിൽ, ഓർമ്മയുണ്ടായിരുന്നു മറ്റത് പറഞ്ഞത് 0 0 1 0 0 1 1 1. ഇതായിരുന്നു എന്ത്, നമ്മുടെ ഓർ ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിന് ഔട്ട്പുട്ട് എന്ത് വരുന്നു, ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ടും ഒന്ന് തന്നെ വരും. മറ്റേ രണ്ട് ഓഫ് ആണെങ്കിൽ 0 വരും. ആ സാധനത്തിന് റിവേഴ്സ്, അതായത് ഇവിടെ 0 0 വരുമ്പോൾ വരേണ്ട എന്തായിരുന്നു, a പ്ലസ് ബി ആണെങ്കിൽ 0 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ 1 വരും. നമ്മൾ ആ ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളിലേക്ക് നോക്കുക. അപ്പോൾ ഇവിടെ 0 ആയിരുന്നു, ബാക്കിയെല്ലാം 1 ആയിരുന്നു. പക്ഷെ നോർ ഗേറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ മേളിൽ 1 വരും, ഇതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ് വരും, 0 0 0 വരും. ഇതാണ് നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. അതേപോലെ രണ്ടാമത്തെ നാൻഡ് ഗേറ്റ്, അതായത് നോട്ട് ആൻഡ് ആൻഡ് ഗേറ്റ്, ആൻഡ് ഗേറ്റിന്റെ നോട്ട് അതെങ്ങനെ വരും, എയും ബിയും രണ്ട് ഇൻപുട്ട് നമ്മുടെ ഡി പോലത്തെ സാധനം ഇടുമ്പം ആൻഡ് ഗേറ്റായി, വട്ടോട്ടപ്പോൾ ആരായി, നാൻഡ് ഗേറ്റായി. അപ്പോൾ y ഈക്വൽ എന്ത് വരും, എ ഡോട്ട് ബി ബാർ വരുന്നതാണ്. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എളുപ്പമാണ്. എങ്ങനെയാണ്, എ ബി y ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബാർ. എങ്ങനെ വരും, 0 0 1 0 0 1 1 1. എന്താ വരുന്നത്, ഇവിടെ സാധാരണ ആൻഡ് ഗേറ്റ് ആണെങ്കിൽ ആദ്യം 0 പിന്നെയും 0 മൂന്നാമത്തതും 0 അവസാനത്തെ മാത്രം 1 വരും. അതല്ലായിരുന്നു ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ എന്ത് ചെയ്യും, തിരിച്ചു പറയണം. ഇവിടെ എന്ത് വരും, 1 1 1 0, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. ഇതാണ് നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിൽ നമുക്ക് ഇതിന്റെ ഈ തന്നിരിക്കുന്ന ഗേറ്റുകൾ ഉപയോഗിച്ച് ഏത് എക്സ്പ്രഷൻ തന്നാലും, നമുക്കിവിടെ എ പ്ലസ് ബിയും എ ഇൻറ്റു ബിയും എ ഡോട്ട് ബി ഒക്കെ തന്നത്, എ ഡോട്ട് ബി ബാറും അതുപോലെ എ ബി ബാറൊക്കെ തന്നത്. അതേപോലെ ഏത് എക്സ്പ്രഷൻ തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗേറ്റ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നമ്മൾ സ്റ്റേറ്റ്മെന്റ് y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഡോട്ട് എ ഡോട്ട് ബി. ഓക്കെ, ഇവിടെ എന്തൊക്കെയുണ്ട് ഇൻപുട്ടുകൾ, എയും ബിയും എന്ന് പറയുന്ന 2 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. സോ നമുക്കിവിടെ എയെയും ബി എയും വരയ്ക്കാം. ആദ്യം എ പ്ലസ് ബി ഉണ്ട്, ഇവിടെ എ ഇൻറ്റു ബി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ആരൊക്കെയാണ് വേണ്ടത്, ഒരു ഓർ ഗേറ്റ് വരുന്നുണ്ട്, ഒരു ആൻഡ് ഗേറ്റ് വരുന്നുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന വീണ്ടും ഒരു ആൻഡ് ഗേറ്റ് വരുന്നുണ്ട്. അപ്പോൾ 2 ആൻഡ് ഗേറ്റുകളും ഒരു ഓർ ഗേറ്റും ഈ സ്ട്രക്ചറിനകത്ത് കാണിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എയും ബിയും കൂടെ നമുക്ക് പരമാവധി സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം വരയ്ക്കണം, അല്ല വരച്ച് വെച്ച് വലുതാക്കി വെക്കരുത്. അപ്പോൾ ഈ എയും ബിയും ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ തന്നെ ഓർ ഗേറ്റ് വരയ്ക്കാം. അപ്പോൾ എന്തായി, ഇവിടെ നമുക്ക് എ പ്ലസ് ബി കിട്ടി. അപ്പോൾ ഇത്രയും കാര്യം തീർന്നല്ലോ. ഇനി എന്ത് ചെയ്യണം, എ ബി വേണം, അതായത് എ ഇൻറ്റു ബി വേണം. ഈ എ എടുക്കാം. ഈ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് എന്താണ്, ജമ്പ് ചെയ്ത് വരയ്ക്കണം, അതായത് ക്രോസ് ചെയ്ത് വരയ്ക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു കണക്ഷൻ ആയി പോകും. അപ്പോൾ ഈ ബിയും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആൻഡ് ഗേറ്റ് എടുക്കാം. അപ്പോൾ ഇതാരായി, എ ഡോട്ട് ബി ആയി. അപ്പോൾ നോക്കി, എ പ്ലസ് ബിയും ആയി, എ ബിയും ആയി. ഈ രണ്ടുപേരും എന്ത് ചെയ്യണം, അടുത്ത വേറൊരു സാധനം കിടക്കുന്നു, അതാരാണ്, വീണ്ടും ഒരു മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഈ രണ്ടുപേരെയും കൂടെ കൊണ്ടുവന്ന്, അതായത് ഈ 2 റിസൾട്ടോടെ ചേർത്ത് കൊണ്ടുവന്ന് ചെയ്യണം, ഒരു ആൻഡ് ഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആരായി, അവസാനത്തെ എ പ്ലസ് ബി ആയി, എ ഇൻറ്റു ബിയും ആയി. അവർ രണ്ടുപേരും കൂടി ചേർത്ത് നമ്മൾ മൾട്ടിപ്ലൈയും ചെയ്തു, അതായത് എന്ത് കിട്ടി, റിസൾട്ടന്റ് y കിട്ടി. ഇതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലോജിക് ഗേറ്റ് വരയ്ക്കുന്ന രീതി. വേറെണ്ണം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ വേറൊരു എക്സാമ്പിൾ ചെയ്യാം. y ഈസ് ഈക്വൽ ടു എ ബി സിയും കൂടെ ചേർക്കാം. എ ബി സി പ്ലസ് എ ബി ബാർ സി. ഇത്രയും മതി, കിടക്കട്ടെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്, 3 എലമെന്റ് ഉണ്ടല്ലേ. അതായത് ഇവിടെ വരയ്ക്കാം എ ബി സി. ആ 3 പേരും കൂടെ ചേർത്ത് ആൻഡ് ഗേറ്റ് എടുക്കണം. പിന്നെ ബിയുടെ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ബിയുടെ ബാർ എടുക്കണം, അതിൻ്റെ ഒരു ആൻഡ് എടുക്കണം അല്ലേ. പിന്നെ എന്ത് ചെയ്യണം, അത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ആഡ് ചെയ്യണം. ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് എ ബി സി വരയ്ക്കാം. അതായത് ഇവിടെ എ, ഇവിടെ ഒരു ബി, ഇവിടെ ഒരു സി. അപ്പോൾ ഈ 3 പേരെയും കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ തന്നെ
ആൻഡ് ഗേറ്റ് എടുത്തു. അപ്പോൾ എന്തായി അത് ABC ആയി. പിന്നെ ബിയുടെ കോംപ്ലിമെന്റ് എടുക്കണം അല്ലേ? അപ്പോൾ ഈ ബി ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ജമ്പ് ചെയ്യിച്ച് ബിയുടെ ഒരു പ്രൈം എടുത്തു. അതാരായി? ബി ബാറായി. എന്നിട്ട് ആ ബി ബാറും എയും സിയും കൂടെ എടുക്കണം. ഇതാ ഇവിടുന്ന് എ ചാടി ഇവിടെ കൊണ്ടുവരുന്നു, ഇവിടുന്ന് വീണ്ടും ചാടി എ എടുക്കുന്നു, പിന്നെ ഇതാ ഈ സി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതാരൊക്കെയാ? എയും ഉണ്ട്, ബി ബാറും ഉണ്ട്, സിയും ഉണ്ട്. അവരെ മൂന്നുപേരും കൂടെ ചേർത്ത് ആൻഡ് ഗേറ്റ്. അപ്പോൾ അതാരായി? എ ബി ബാർ സി ആയി. എന്നിട്ട് ഈ രണ്ട് ഇതും ഇത് രണ്ടും കൂടെ ചേർത്ത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യാൻ ചോദിച്ചേക്കുന്നത്. അതായത് ആരാണ്? ഓർ ഗേറ്റ്. അപ്പോൾ അവരെ കൊണ്ടുവന്ന് ഓർ ഗേറ്റ്. സോ ഇതാണ് റിസൾട്ടൻ്റ് വൈ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ ഏത് സ്ട്രക്ചർ തന്നാൽ ഏത് എക്സ്പ്രഷൻ തന്നാലും നമുക്കിതുപോലെ ഗേറ്റ് വരയ്ക്കാനും എടുക്കാനും. അത് കാണുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂഷൻ തോന്നുമെങ്കിൽ നമ്മൾ ചെയ്ത് തന്നെ നോക്കണം. ഞാൻ വേറെ കുറച്ച് ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ ചെയ്ത് നോക്കി എനിക്ക് അയക്കാം കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ബാർ ഡോട്ട് എ ബി ബാർ. നാലാമത്തെ ക്വസ്റ്റ്യനായിട്ട് y ഈസ് ഈക്വൽ ടു എ ബാർ ബി സി പ്ലസ് എ ബി സി ബാർ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും കൂടി എനിക്കൊന്ന് ചെയ്ത് അയച്ചു തരിക. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് ഇതുവരെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ആകെ 2 ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളെങ്കിൽ പോലും ചാപ്റ്റർ ഫുള്ളായിട്ട് തന്നെ പഠിക്കണം. നിങ്ങളൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന വലിയ ടോപ്പിക്ക് ഇതിനകത്ത് ഒഴിവാക്കി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് സമയം പോലെ നമുക്ക് എടുക്കാം എന്താണെങ്കിലും. ഓക്കെ, കാര്യം എടുക്കാൻ വന്നു കഴിഞ്ഞൊരു വലിയ ചാപ്റ്ററാണ്. ഉള്ളതിലേക്ക് വെച്ച് ഏറ്റവും വലിയ ചാപ്റ്ററിൽ ഒന്നാണ് ഈ പറഞ്ഞ സോളിഡ്സ് ആൻഡ് സെമി കണ്ടക്ടർ. എടുക്കാൻ കുറേ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് 2 ടോപ്പിക്ക് മാത്രം പഠിക്കാനുള്ളത് കൊണ്ട് അത് മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഈ ചാപ്റ്റർ ഇന്ന് ഞാൻ ഈ പറഞ്ഞേക്കുന്ന ഈ 50 മിനിറ്റ് ക്ലാസ് ഫുള്ളും പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കണ്ടതിന് ശേഷം നോട്ടൊക്കെ അയച്ചതിന് ശേഷം വിളിച്ചാൽ മതി, പറഞ്ഞുതരാം.